സാധാരണ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എലക്റ്റീവായിട്ടുള്ള സർജറികളുണ്ട്. ചെറിയ ട്യൂമേഴ്സ്, ചെറിയ തലച്ചോറിനുള്ള രക്തധമനി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്, അത് എലക്റ്റീവായിട്ട് ചെയ്യുന്നതുണ്ട്, എമർജൻസി ആയിട്ട് ചെയ്യുന്നുണ്ട്. എലക്റ്റീവ് ആയിട്ടുള്ള സർജറി നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ മേജറായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള അസുഖങ്ങൾ എല്ലാം കൺട്രോൾഡ് ആക്കുക. ഒന്നാമത് ഷുഗർ, പ്രഷർ, പിന്നെ തൈറോയിഡ്. ഈ 3 പ്രോബ്ലംസാണ് ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൺട്രോളാക്കി വയ്ക്കും. പിന്നെ നമ്മുടെ ശീലങ്ങൾ, പുകവലി പോലെ, മദ്യപാനം പോലുള്ള ശീലങ്ങൾ താൽക്കാലികമായിട്ട് ഒഴിവാക്കുക. പിന്നെ അതൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഓപ്പറേഷന് ശേഷം തന്നെ പല കൺസെപ്റ്റ് ഓഫ് തോട്ട്സ് ഉണ്ട്. അതായത് മുറിവുകൾ എങ്ങനെ ചികിത്സിക്കണം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ തലയുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തലമുടി മൊത്തമായി കളഞ്ഞുകൊണ്ട് ഷേവ് ചെയ്തുകൊണ്ടുള്ള സർജറീസ് ആയിരുന്നു. ഇപ്പോൾ പുതിയ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ തലയോട്ടിയുടെ പുറത്തുള്ള എവിടെയാണോ നമ്മൾ ഇൻസിഷൻ ഇടുന്നത് ആ സ്ഥലത്ത് മാത്രം മുടികൾ കളയും. കാരണം ഒരു മേജറായിട്ടുള്ള ഒരു കോസ്മെറ്റിക് പ്രോബ്ലം പേഷ്യൻറ്റിന് ഒരു സ്ട്രെസ് ഫാക്ടറും കൂട്ടുന്നതാണ് മുടി പോകുന്നത് തന്നെ. അപ്പോൾ എവിടെയാണോ മുറിവുള്ള അവിടെ മാത്രം തലമുടി കളഞ്ഞിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്ന മുറിവ് എപ്പോഴും ക്ലീനാക്കി വയ്ക്കുക. മുറിവ് ഡ്രസ്സിങ് ചെയ്യണം. ഹോസ്പിറ്റലിലുള്ളോ അത് പുറമേ യാത്ര ചെയ്യുമ്പോൾ ഡ്രസ്സിങ് ചെയ്യണം. മാക്സിമം 1-2 ആഴ്ചത്തേക്ക് യാത്രകൾ ഒഴിവാക്കുക. പിന്നെ ക്ലീൻ ആയിട്ടുള്ള ഷാംപൂസ് ഉണ്ട്, അത് ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി സെപ്റ്റിക് ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിച്ച് കഴുകുകയും ഓയിൻമെൻറ്റ് പുരട്ടുകയും ക്ലീൻ ടൈഡി അറ്റ്മോസ്ഫിയറിൽ ഓപ്പൺ ആയിട്ട് വയ്ക്കുന്നതും വളരെ ഫലപ്രദമായിരിക്കും. 1-2 ആഴ്ചത്തേക്ക് പുറമേട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.